Yes, chapter 6 data types and operators. Sure questions we going to discuss ചെയ്താലോ ready അല്ലേ? Yes, first question 1 mark type വരുന്ന question operator ആണ്. ഏത് operator ആടാ? Operator അല്ലേ? ഏത് operator ആണ്? കണ്ടീഷണൽ ഓപ്പറേറ്റർ. അപ്പോൾ ഇതിന് ആൻസർ എന്താടാ? കണ്ടീഷണൽ ഓപ്പറേറ്റർ. നോട്ട് ചെയ്യേണ്ട പോയിന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യണം. എന്താണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ? യൂണറി, ബൈനറി, ടെർണറി, മൂന്ന് ഓപ്പറേറ്റേഴ്സ് മാത്രമല്ല, മൂന്ന് ഓപ്പറൻസ് മാത്രമുള്ളതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. റിലേറ്റ് ചെയ്തിട്ട് എല്ലാം പഠിക്കണം. ഒരു ടേം കിട്ടുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടേംസും അതിൽ കയറി പോവാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡാറ്റ ടൈപ്പ് ആണ്. ഏതൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ടാടാ? ഇൻഡ്, ക്യാര്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ആ 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. അതിൽ മെമ്മറി തീരെ വേണ്ടാത്തത് ഏത് ഡാറ്റ ടൈപ്പാടാ? വോയിഡ്. സെറ്റ് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ pick out unary operator. നമുക്കറിയാം ഓപ്പറേറ്റേഴ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3: യൂണറി, ബൈനറി, ടെർണറി. അപ്പോൾ ഇതിൽ ഏതാ വരടാ? ലെസ് ദാൻ എ ലെസ് ദാൻ ബി, അപ്പോൾ ബൈനറി ആണ്. ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ബി, അപ്പോൾ ബൈനറി ആണ്. പ്ലസ് അല്ലെ, യൂണറി പ്ലസ് ഉണ്ട്, സാധാ പ്ലസ് ഉണ്ട്. പക്ഷെ ഇൻറ്റു ഏത് മാത്രമേ ഉള്ളൂ? ബൈനറി മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് പ്ലസ് ആണ്. നോട്ട് ചെയ്തോ, എ ലെസ് ദാൻ ബി വർക്ക് ചെയ്യും. എ ഗ്രേറ്റർ ദാൻ ബി ഉണ്ട്, എ പ്ലസ് ബി ഉണ്ട്, പക്ഷേ എ ഇൻറ്റു ബി എന്നുള്ള സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഓപ്പറേറ്ററെ യൂസ് ചെയ്യാം? പ്ലസ് ഈസ് ദ ആൻസർ. റെഡി? 7/2, 7 ഡിവൈഡ് ബൈ 2 എല്ലാവർക്കും അറിയാം 3.5 ആണ്. പക്ഷേ മാത്സിന്റെ ക്ലാസ്സിലാണ് 3.5. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ കേസിൽ ഇൻഡിജറും ചേർന്നാൽ റെഡിയാണ് അല്ലേ? 7 എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്, 2 എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്. സോ ദ ആൻസർ ബിക്കം ഇൻഡിജറേ വരുള്ളൂ. സോ ദ ആൻസർ ഈസ് 3. 7 മോഡ് 2. മോഡുലസ് എന്താന്നുള്ള അറിയണം. റിമൈൻഡർ ഓപ്പറേറ്റർ ആണ്, സിസ്റ്റമാണ്. അപ്പൊ 7 മോഡ് 2 ആൻസർ എന്താടാ? 1 ആണ്. ഇതെന്താടാ? 7/2. കണ്ട, 7/2 എന്ത് സംഭവിച്ചാലും ആൻസർ 3 ആണ്. ആ 3നെ എന്തായിട്ട് ആക്ട് ചെയ്യണം? ഫ്ലോട്ടായിട്ട് ആക്ട് ചെയ്യണം. സോ ദ ആൻസർ ഈസ് 3.0. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. കാസ്റ്റിംഗ്, ടൈപ്പ് കാസ്റ്റിംഗ് ഓർമ്മ ഉണ്ടാവും. ഇംപ്ലിസിറ്റ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് കൺവേർഷനും ഇതിനെ പറയുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ്. ഇതാണ് ഇംപ്ലിസിറ്റ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ ഈസ് ദ എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്ന സാധനത്തിന് പറഞ്ഞ പേരാണ് സ്റ്റേറ്റ്മെന്റ്. ദ പ്രോഗ്രാമിൽ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനെ പറഞ്ഞ പേരാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ കൂടെ തന്നെ ഓർത്ത് വെക്കണേ, എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്തിൽ ആരുണ്ടാവും? സെമിക്കോളൻ ഉണ്ടാവും. എവറി സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി എൻഡിങ് വിത്ത് സെമിക്കോളൻ. ഓപ്പറേറ്റർ വിത്ത് 3 ഓപ്പറൻസ് ആർ കോൾഡ്. ഇതാടാ സെയിം ക്വസ്റ്റ്യൻ അല്ലേ? 3 ഓപ്പറൻസ് ഉള്ള സാധനം ഏതാ? കണ്ടീഷണൽ ഓപ്പറേറ്റർ. കേട്ടാ, കണ്ടീഷണൽ ഓപ്പറേറ്റർ. സെറ്റ് അല്ലേ? യെസ്, 1 മാർക്ക് കഴിഞ്ഞു. വാ, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഡിസ്ക്രൈബ് ദ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉള്ളത്? ലെസ് ദാൻ, യെസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ലാസ്റ്റ് വൺ ഈസ് നോട്ട് ഈക്വൽ ടു. സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. അതിനുള്ള ഓരോ കീവേഡ്സ് ഇങ്ങനെ നോക്കണം. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. 5 ഡാറ്റ ടൈപ്സ് ആണ്. അതിന് മെമ്മറി അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ ആദ്യം അതിന് മെമ്മറി അറിയണ്ടേ. ഏറ്റവും മെമ്മറി കുറവുള്ളത് വോയിഡ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ക്യാരക്ടർ ആണ്. അത് കഴിഞ്ഞാൽ ഏതാ? ഇൻഡിജർ ആണ്. അത് കഴിഞ്ഞാൽ ഏതാ? ഫ്ലോട്ട് ആണ്. അത് കഴിഞ്ഞാൽ ഏതാ? ഡബിൾ ആണ്. നോട്ട് ചെയ്യണേ, ശ്രദ്ധിക്കണേ. ഇതിന്റെ മെമ്മറി എത്ര? 0. ഇതിന്റെ മെമ്മറി എത്ര? 1. ഇത് 4. ഇത് 4. ഇതെന്താ? 8. നോട്ട് ചെയ്യണേ. ഇത് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എന്താ എഴുതണ്ടേ? ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതണേ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽസും ഈ ഡബിൾ ഈക്വൽസും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് ബോക്സ് വരച്ച് പഠിക്കാം നമുക്ക്. ഈക്വൽസും ഡബിൾ ഈക്വൽസും. നോട്ട് ചെയ്യേണ്ട പോയിന്റ്, വെറും സിംഗിൾ ഈക്വൽസ് ആണെങ്കിൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. നോട്ട് ചെയ്ത് വെക്കണേ. ഇതെന്താ? ഡബിൾ ഈക്വൽ ടു കണ്ടാൽ ഈ വകുപ്പിൽ പെട്ടതാണ്, റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്, മറ്റത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. രണ്ടാമത്തത് ഈക്വൽ ടു, സിംഗിൾ ഈക്വൽസ് ആണെങ്കിൽ ഈ ജസ്റ്റ് അസൈൻ ചെയ്യലാണ്. അസൈൻ എ പെർട്ടിക്കുലർ വാല്യൂ ടു ദ വേരിയബിൾ ആണ്. ഇത് ചെക്ക് ചെയ്യലാണ്. ആ വേരിയബിളിൽ ആ പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്ന കേസാണ് ദിസ് വൺ, ഈക്വൽസ് ആൻഡ് ഡബിൾ ഈക്വൽസ്. ആർ വാല്യൂ അറിയണമെങ്കിൽ വേരിയബിളിന്റെ ഉള്ളിൽ 3 മക്കളുണ്ട്. ഏതൊക്കെ 3 മക്കള്? നെയിം, കണ്ടന്റ്, ലൊക്കേഷൻ. അപ്പൊ അതിലുള്ള ഏതാ? ഇതാണ് വേരിയബിൾ. ഏതാ വേരിയബിൾ തന്നെ? ടോട്ടൽ എന്നുള്ളതാണ് വേരിയബിളിന്റെ വാല്യൂ. അതിന്റെ വാല്യൂ ഏതാ? 34.5 ആണ്. യെസ്, ഇതിനെ പറയുന്ന പേരാണ് നെയിം എന്ന് പറയും.
അല്ലേ? 34.5 ഈസ് ദ കണ്ടന്റ്. ദെൻ ഈ മുകളിൽ എഴുതിയ സാധനമാണ് ലൊക്കേഷൻ, ദാറ്റ് ഈസ് അഡ്രസ് ഉണ്ടോ. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത പോയിന്റ് ആർ വാല്യൂ എന്താണ്? ആർ വാല്യൂ മീൻസ് കണ്ടന്റ് ആണ്. അപ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്താ? 34.5. യെസ്. നെക്സ്റ്റ് 2 മാർക്ക്. റൈറ്റ് ദ ഔട്ട്പുട്ട് ആണ്. ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എഴുതുമ്പോൾ പ്രോഗ്രാം ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എന്റെ വാല്യൂ 1 ആണ്, ബിന്റെ വാല്യൂ 2 ആണ്, സിന്റെ വാല്യൂ 3 ആണ്. എ പ്ലസ് ബി പ്ലസ് സി, ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ. ഇവിടെ മാത്സിൽ ബോർഡ് മാത്സ് റൂൾ നമുക്കറിയുന്നതാണ്. അതിനനുസരിച്ച് ഫസ്റ്റ് ഡിവിഷൻ അല്ലേ മക്കളെ നടക്കുക. അപ്പോൾ സി ഏതാ? സിന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3/3 വർക്ക് ചെയ്യും. ഫസ്റ്റ് 3/3 പ്ലസ് എ പ്ലസ് ബി ആരാ? 1 + 2 ആണ്. അപ്പോൾ ഇത് 3/3 ഫസ്റ്റ് ഫൈൻഡ് ചെയ്യും. അപ്പോൾ ആൻസർ 1 ആണ്. 1 + 2 + 1 ആൻസർ ഈസ് 4. ദാറ്റ്സ് ഓൾ. ഇതാണ് ഫസ്റ്റത്തെ ആൻസർ. സെക്കൻഡ് ആൻസർ എ പ്ലസ് ബി മോഡ് സി ആണ്. എ പ്ലസ് ബി അറിയുമ്പം 1 + 2 മോഡ് സി, സി എന്ന് പറയുമ്പോൾ 3 ആണ്. സി 3 ആണ്. അപ്പോൾ 3 മോഡ് 3, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഈസ് 0 ആണ്. സോ ദ ആൻസർ ഈസ് 0. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ വാട്ട് വിൽ ബി ദ വാല്യൂ അല്ലേ? എക്സ് ഈക്വൽ ടു 10 ആണ്. എക്സിന്റെ വാല്യൂ 10 ആണ്. യെസ്, എക്സിന്റെ വാല്യൂ 10 ആണ്. ദെൻ അതേപോലെ വൈൻ്റെ വാല്യൂ 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ്. ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണെന്ന് ഈ എക്സ്പ്രഷനെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ. 3 ടൈപ്പ് എക്സ്പ്രഷൻ ഉണ്ട്. ഇതിലേതാ യൂസ് ചെയ്യുന്നത്? ഓർ, ആൻഡ്, നോട്ടാണ്. അപ്പോൾ ഈ 3ഉം ലോജിക്കൽ എക്സ്പ്രഷൻ എക്സാമ്പിൾ ആണ്. എന്നാലും ആ വാല്യൂസ് ഇങ്ങനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് നോക്കുക. 10, വൈയുടെ വാല്യൂ 20 ആണ്. അപ്പോൾ ഇതിന് ആൻസർ എന്താടാ? 10 > 15. 10 > 15 എന്നുള്ളത് തെറ്റാണ്. തെറ്റാവുമ്പം 0. ഓർ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. അതേപോലെ y > 50, 20 > 15 ശരിയാണ്. 0 + 1 ആൻസർ ഈസ് 1 ആണ്. നെക്സ്റ്റ് ഇവിടെ 10 ആണ്, ഇവിടെ 20 ആണ്. അപ്പം എന്താ വരികടാ? 10 > 15 തെറ്റാണ്. 0. ആൻഡ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. y > 15, 20 > 15 ശരിയാണ്. 0 × 1 ആൻസർ ഈസ് 0 ആണ്. നെക്സ്റ്റ് x > y, 10 > 20. ശരിയോ തെറ്റോ? തെറ്റാണ്. തെറ്റാണെങ്കിൽ അതിൻ്റെ നോട്ട് ദാറ്റ് ഈസ് ശരിയാണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1. 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. നെക്സ്റ്റ് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 കമ്പണൻസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് C++. സ്ട്രക്ചർ അറിയാത്തവരുണ്ടാവില്ല. ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, യൂസിങ് നെയിം സ്പേസ് STD, ഇൻഡ് മെയിൻ, ദെൻ a body. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ 2 ടൈപ്പ് കൺവേർഷൻ ഇൻ C++ വിത്ത് എക്സാമ്പിൾ. 2 ടൈപ്പ് കൺവേർഷൻസ് ഉള്ളത്. ഏതൊക്കെ 2 ടൈപ്പ് കൺവേർഷൻസ്? ഫസ്റ്റ് വൺ ഈസ് ഇംപ്ലിസിറ്റ് കൺവേർഷനും, സെക്കൻഡ് വൺ ഈസ് എക്സ്പ്ലിസിറ്റ് കൺവേർഷനും. ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യുന്നതാണ്. ഡൺ ബൈ യൂസർ ആണ്. ഒരു എക്സാമ്പിൾ എഴുതി വെക്കാം. 5/2 എന്ന് മാത്രം എഴുതാം. 5/2 എന്ന് പറഞ്ഞാൽ ഉത്തരം, ആൻസർ 2 ആണ്. എങ്ങനെ കിട്ടിയ ആൻസർ? ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ ഉത്തരം എന്തേ വരുള്ളൂ? ഇൻറ്റീജറേ വരുള്ളൂ. മറിച്ച് ഇതെന്താ? ഒരു ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്യുക. 5നെ ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്താൽ എന്താ കിട്ടുക? തൽക്കാലത്തിന് 5 എന്തായിട്ട് ആക്ട് ചെയ്യും? ഫ്ലോട്ടായിട്ട് ആക്ട് ചെയ്യും. സോ ദ ആൻസർ ഈസ് 2.5. ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. സെറ്റല്ലേ? യെസ്. ലാസ്റ്റ് വൺ, 3 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ. റൈറ്റ് എ C++ എക്സാമ്പിൾ ഫോർ ദ ഫോളോയിങ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വേരിയബിൾ ഉണ്ടാക്കൽ എങ്ങനെയാണ്? ഇൻഡ് എ. കണ്ട, ഇങ്ങനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേരിയബിളിലേക്ക് എന്തെങ്കിലും വാല്യൂസ് കൊടുക്കുക അല്ലെ? 20. നോട്ട് ചെയ്യേണ്ട പോയിന്റ് സെമിക്കോളൻ ഇടാൻ മറന്നുപോയ പൂവേ. യെസ്. ടൈപ്പ് കാസ്റ്റിംഗ് ഇപ്പം നമ്മൾ പഠിച്ചു. ഇംപ്ലിസിറ്റോ എക്സ്പ്ലിസിറ്റോ? ഏറ്റവും നല്ലത് ഒരു എക്സ്പ്ലിസിറ്റ് എഴുതുന്നാവും നന്നാവുക. ഫ്ലോട്ട് ഓഫ് 7/2. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡാറ്റ ടൈപ്സ് ഇൻ C++. 3 ടൈപ്പ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഫണ്ടമെന്റൽ, ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻഡ്. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ബേസിക് ഡാറ്റ ടൈപ്പാണ്. പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പാണ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ? ഫണ്ടമെന്റലിന്റെ എക്സാമ്പിൾ ആണ് ഇൻഡ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന്റെ എക്സാമ്പിൾ ഏതൊക്കെ? ഡിറൈവ്ഡ് എന്നാൽ ആര് ഡിറൈവ്ഡ് എന്ന ഫണ്ടമെന്റൽ യൂസ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. ഇറ്റ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ്. 3 ടൈപ്പ് ഏതൊക്കെയാടാ? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിന് എക്സാമ്പിൾസ് അറേ, ഫംഗ്ഷൻ. മറിച്ച് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസർ ക്യാൻ ഡിഫൈൻ ദയർ ഓൺ ഡാറ്റ ടൈപ്പാണ്. സ്ട്രക്ചർ, ക്ലാസ്, എക്സെട്ര.
മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താ മാച്ച് ദ ഫോളോയിങ്? മോഡുലസ് ഓപ്പറേറ്റർ ചോദിക്കുക സിമ്പിൾസ് തന്നിട്ട് അതിന്റെ ഓപ്പറേറ്റേഴ്സിന്റെ പേര് എഴുതാൻ ചോദിക്കും. അതേപോലെ ഓപ്പറേറ്റർ തന്നിട്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റർ തന്ന് അതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് എഴുതാൻ ചോദിക്കും. സോ മോഡുലസിന് പറ്റിയ ആളാരാ? പെർസെൻറ്റേജ്. യെസ്. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ 3 ഓപ്പറേറ്റേഴ്സ് ഉള്ളേ. ആംപർസെന്റ് ലോജിക്കൽ ഓപ്പറേറ്റർ ഏതാ? ആൻഡ് ഓർ നോട്ട്. നമ്മൾ ബൂലിയൻ ആൽജിബ്ര പഠിച്ചല്ലേ. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതാടാ? ആൻഡ് മോൻ. യെസ്. റിലേഷണൽ ഓപ്പറേറ്റർ ഏതൊക്കെയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അതിൽ പെട്ട ഏതെങ്കിലും ഉണ്ടോ? യെസ്, ഈക്വൽസ് ഇതാ. നെക്സ്റ്റ് വൺ അസൈൻമെന്റ് ഓപ്പറേറ്റർ. നമുക്കറിയാം അസൈൻ ചെയ്യലാണ്. ഇതാടാ അസൈൻ ചെയ്യൽ, ഈക്വൽസ്. അപ്പൊ ഇതാ ഈക്വൽസ്. നെക്സ്റ്റ് വൺ ഇൻക്രിമെന്റ് ആണ്. നമുക്കറിയാം ഇൻക്രിമെന്റും ഡിക്രിമെന്റും പ്ലസും മൈനസും ആണ്. അപ്പൊ ഇൻക്രിമെന്റും ഡിക്രിമെന്റും. യെസ്. ലാസ്റ്റ് വൺ ഈസ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ മാർക്കും കോളനും. യെസ്. സെറ്റ് അല്ലേ? ചാപ്റ്റർ 6 ഇതേപോലെ എല്ലാ ചാപ്റ്ററും നമുക്ക് സെറ്റ് ആക്കണം. ഇന്നത്തെ വൈകുന്നേരം 6:30 നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. നമുക്ക് തകർത്ത് ആടി നാളത്തെ എക്സാം മിന്നുന്ന റിസൾട്ട് കേടണം. അതുകൊണ്ട് എല്ലാവരും എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി ഇന്നത്തെ ലൈവിൽ വാ, നമുക്ക് തകർക്കാം. സെറ്റ് അല്ലേ?